യാത്രകളെന്നും എനിക്ക് സ്വയം മറന്ന് ഒന്ന് സന്തോഷിക്കാൻ പറ്റുന്ന സമയങ്ങളാണ്. എനിക്ക് യാത്ര ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ്. ഞങ്ങളുടെ ട്രിപ്പൊന്നും പലപ്പോഴും പ്ലാൻഡ് ഒന്നുമല്ല. രാവിലെ എണീക്കുമ്പോൾ ഒരു വട്ട് തോന്നും, ബാ പോ. പറയേണ്ട താമസം അമ്മര് റെഡി. ഞങ്ങൾ വിളിക്കേണ്ട താമസം അമ്മയുടെ അച്ഛനും അമ്മയും റെഡി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണമെങ്കിൽ പോകുമായിരുന്നു. പക്ഷേ അവരും കൂടി ഉള്ളപ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും സന്തോഷം. നമ്മൾ വിചാരിക്കും ഏജ് ഗ്യാപ്പ് അല്ലേ, കുറച്ച് ബോറിംഗ് ആയിരിക്കുന്നു. പക്ഷേ ഞങ്ങളെക്കാളും കഷ്ടമാണ് അവരുടെ കാര്യം. ഫോട്ടോ എടുക്കാനും പല സ്ഥലങ്ങളിൽ പോകാനുള്ള ഉത്സാഹമൊക്കെ. കന്യാകുമാരി പോയെങ്കിലും ഞങ്ങൾക്ക് പല സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ട്രിപ്പൊന്നും വെൽ പ്ലാൻഡ് ഒന്നുമല്ല. ഞങ്ങൾ കന്യാകുമാരിയിൽ നിന്ന് ഇറങ്ങി നേരെ തെങ്കാശി വഴിയാണ് പോകുന്നത്. തെങ്കാശി വഴി വരുമ്പോൾ നമുക്ക് കൂടുതലും ഗ്രാമങ്ങളൊക്കെ കാണാൻ പറ്റും. അത് നമുക്കൊരു വേറെ ഒരു തരത്തിലുള്ള എൻ്റർടൈൻമെൻ്റ് ആണ്. ഈ റഹമത്ത് എന്ന് പറഞ്ഞ ഹോട്ടലുണ്ടല്ലോ, തമിഴ്നാട്ടിൽ തെങ്കാശിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ്. തമിഴ്നാട്ടിൽ നമ്മുടെ ഈ KSRTC കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് വേറെ വൈബാണ്. പലരും പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കത് നേരിട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്ത് തിരിച്ചു വന്നു. ഓരോ യാത്രയും നമുക്ക് ഓരോ അനുഭവം തരുന്നത്. ഞാൻ കന്യാകുമാരി വീഡിയോയിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. അന്ന് രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പോൾ പോകാൻ നേരത്ത് ഒരു അമ്മയും മോളും ഒരു അച്ഛൻ്റെ അടുത്തിരുന്ന് കരയുന്നു. ആ അച്ഛൻ എണീക്കുന്നില്ല എന്ന് പറഞ്ഞു. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലൈഫാണ്. തിരിച്ചു വരുമ്പോൾ നമ്മുടെ പുഷ്പ സിനിമ ഷൂട്ട് ചെയ്ത അമ്പലം തിരുമല മുരുകൻ കോവിൽ. ശരിക്കും സ്റ്റെപ്പ് കയറി വേണം പോവാൻ. ഞങ്ങൾ കുറച്ച് മടിയായി വരണം, വണ്ടിയിൽ തന്നെ പോയി. പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര പാടാട്ടോ. ശരിക്കും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അമ്പലത്തിൻ്റെ തന്നെ. ഒരു കുന്നിൻ്റെ പുറത്തായതുകൊണ്ട് തന്നെ കോടമഞ്ഞ് പൊതിഞ്ഞ് എന്ത് രസമാണെന്നറിയോ ഓരോ കാര്യങ്ങൾ കാണാനായിട്ട്. ആൾക്കാർ നട തുറക്കാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഞങ്ങളും വെയിറ്റ് ചെയ്തു. അകത്ത് കയറി തൊഴുത് കുറച്ച് ഫോട്ടോസും വീഡിയോ എടുത്ത ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ഈ അമ്പലം എന്ത് രസമായിരിക്കണമെന്ന് അറിയുമോ, ഇവിടുത്തെ ആർക്കിടെക്ചർ. ശരിക്കും ട്രെയിനിൽ പോകുമ്പോൾ നമ്മൾ കാണുന്നത് ഈ അമ്പലമാണ്. പക്ഷെ അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കുറേ നല്ല ഓർമ്മകളുമായിട്ട് ഞങ്ങൾ പിന്നെയും പോകുന്നു. പോയി കേരള ബോർഡർ എത്താറുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു സന്തോഷമുണ്ട്. എവിടെ പോയാലും നമുക്ക് വീട്ടിലേക്ക് തിരിച്ച് ഓടി എത്തുന്നത് അതൊരു സന്തോഷമല്ലേ. പോകുന്ന വഴി നല്ല നല്ല കാഴ്ചകളും. കേരള ബോർഡർ എടുത്തപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ, ചെറിയ ചാറ്റൽ മഴയും. തെന്മല കയറിയപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ചെറിയ രീതിക്ക് കോടയും ഇരുട്ടാവുന്നതിൻ്റെ ലക്ഷണവും എല്ലാം കൂടി കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. തെന്മല ഡാം കാണണമെന്ന് വിചാരിച്ചെങ്കിലും ഞങ്ങൾ എത്തിയ സമയം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് കാണാൻ പറ്റിയില്ല. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അത് കാണാൻ മറക്കണ്ട കേട്ടോ. തെന്മലയിൽ ഞാൻ 2ാമത്തെ തവണയാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് റെയിൽവേ പാലം കാണുമ്പോൾ ഒരു അത്ഭുതം കേട്ടോ. ഇതിൻ്റെ ഏരിയൽ ഞാൻ കുറേ തവണ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ ഈ പാലത്തിൽ, ഈ കാട്ടിന് നടുക്കൂടെ ഈ ട്രെയിൻ പോകുന്ന കാണാനായിട്ട്. നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ? എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ.